ടിനി ടോമിനെതിരായ പരാതിയിൽ മൊഴി നൽകാൻ സാധിക്കാതെ നടി അൻസിബ ഹസൻ കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും മൊഴിയെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല. 1 മണിക്കൂർ അൻസിബ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ കാത്തിരുന്നു. അതേസമയം താൻ രാജിവെക്കരുതെന്ന് മമ്മൂട്ടിയും മോഹൻലാലും വരെ പറഞ്ഞിരുന്നെന്ന ശ്വേതയുടെ വിശദീകരണത്തിൽ തനിക്ക് വിശ്വാസമില്ലെന്ന് അൻസിബ പ്രതികരിച്ചു. അതിലെനിക്കൊരു വിശ്വാസമില്ല, ഞാൻ വിശ്വസിക്കണില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ മമ്മൂക്ക ലാലേട്ടന് പബ്ലിക്കലി വന്ന് പറയണം. തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുടെ വലിയ ക്ഷാമമാണെന്ന് തോന്നുന്നു. അവിടെ അൻസിബ മൊഴി കൊടുക്കാൻ എത്തുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും അവിടെ ഉണ്ടാകുന്നില്ല. എന്തായിരിക്കാം കാരണം? തിയോഫിൻ. കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് അൻസിബ മൊഴി നൽകാനായി എത്തിയത്. 1 മണിക്കൂറോളം അൻസിബ അവിടെ കാത്തു നിന്നു. അതിനുശേഷവും മൊഴി രേഖപ്പെടുത്താൻ ആളില്ലാതെ അൻസിബ മടങ്ങേണ്ടി വന്നു. അതായത് മൊഴി രേഖപ്പെടുത്താൻ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കടവന്ത്ര പോലീസ് കേസെടുത്തത്, ടിനി ടോമിനെതിരെ കേസെടുത്തത്. അതിലാണ് മൊഴി നൽകാൻ ഇന്ന് വൈകിട്ട് 5 മണിക്ക് എത്താനായി അൻസിബയോട് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ പോലീസ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അൻസിബ എത്തിയത്. എന്നിട്ട് 1 മണിക്കൂറോളം കാത്തിരുന്നിട്ടും ആ മൊഴി എടുക്കാൻ, അതായത് ഒരു പരാതിക്കാരിയാണ്, സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിൽ ഉൾപ്പെടെ തനിക്കെതിരെ പ്രതികരണമുണ്ടായി എന്നും വർഗീയമായി അധിക്ഷേപം നടത്തിയെന്നും ഉള്ള പരാതിയാണ്. ആ പരാതിയിലാണ് മൊഴിയെടുക്കാൻ ഒരു പോലീസുകാരൻ പോലും ഇല്ലാതെ 1 മണിക്കൂറോളം, അതും ആളുകൾ അറിയപ്പെടുന്ന ഒരു വ്യക്തി, ഒരു സിനിമാ താരമാണ്. എന്നാൽ ഒരു വ്യക്തി എന്നുള്ള പരിഗണന അവിടെ ലഭിക്കേണ്ടത്, സിനിമാ താരം ആയാലും അല്ലെങ്കിലും സ്വാഭാവികമായി പോലീസിന്റെ ഭാഗത്ത് ലഭിക്കേണ്ട ഒരു നീതി അതുണ്ട്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയപ്പോഴുണ്ടായില്ല. തെളിവില്ലെന്ന് പറഞ്ഞ് കേസെടുക്കാതെ ഒഴിവാക്കി. എന്നിട്ടാണ് കോടതിയെ സമീപിച്ച് അവസാനം കേസെടുക്കാൻ കോടതി ഉത്തരവിടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്തത്. എന്നിട്ട് പോലും മൊഴി രേഖപ്പെടുത്താൻ ഒരു പോലീസുകാരൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ 1 മണിക്കൂറോളം കാത്തിരുന്ന് മൊഴി നൽകാൻ കഴിയാതെ അൻസിബ മടങ്ങുകയായിരുന്നു. സമയം തിയോഫിൻ, അൻസിബ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു താൻ ആഭ്യന്തരമന്ത്രിയെ വിളിച്ച് ഈ ഒരു പരാതി പറഞ്ഞിട്ട് പോലും ഒരു FIR ഇടാൻ നമ്മുടെ പോലീസ്, കടവന്ത്രയിലെ പോലീസിന് ഒരു സൗമനസ്യം ഉണ്ടായില്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഇതിപ്പോൾ കോടതി ഇടപെട്ട് കോടതി തന്നെ നിർദ്ദേശം നൽകി, എന്നിട്ടും കോടതി അലക്ഷ്യം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകേണ്ടി വരും. തീർച്ചയായും ഷമി, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. അതായത് ഒരു പരാതി നൽകുന്നു, അതും ഒരു സ്ത്രീ പരാതി നൽകുന്നു, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമുണ്ടായി, അത്തരം അധിക്ഷേപങ്ങളുണ്ടായി. ഇതുകൂടാതെയാണ് ജിഹാദി തുടങ്ങിയ രീതിയിലുള്ള വർഗീയാധിക്ഷേപം ഉണ്ടായത്. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പരാതി നൽകിയിട്ട് ആ പരാതിയിൽ ഒരു നടപടിയുമായി മുന്നോട്ട് പോകാൻ പോലീസിന് സാധിച്ചില്ല. അത് ചെയ്തില്ല കടവന്ത്ര പോലീസ്. ആ നിരുത്തരവാദപരമായ ഒരു സമീപനം, അതിനുശേഷം ആഭ്യന്തരമന്ത്രി വരെ വിളിച്ചു പറഞ്ഞു എന്ന് അൻസിബ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നിട്ട് നടപടി ഉണ്ടായില്ല. അതിനുശേഷമാണ് കോടതിയെ സമീപിക്കേണ്ടി വന്നത്. അങ്ങനെ നീതി തേടി, അതായത് ഒരു പരാതി നൽകിയ ആ പരാതിയിൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ പോലും തയ്യാറാകാത്ത പോലീസിനെതിരെയാണ് കോടതിയെ സമീപിച്ച് ഒരു വിധി നേടേണ്ടി വന്നത്. അങ്ങനെ ലഭിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. കാരണം കോടതി ഉത്തരവിട്ടതിനാൽ പിന്നെ കേസെടുക്കാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് 24 മണിക്കൂർ തികയുന്നതിനുള്ളിൽ കേസെടുത്തു. പക്ഷെ ആ കേസിൽ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്നതാണ്. ഒരു സമയം നൽകിയിരുന്നു. പോലീസ് പറഞ്ഞതനുസരിച്ചാണ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് അൻസിബ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. എന്നിട്ട് അങ്ങനെ എത്തിയ ഒരാളെ, അതായത് പരാതിക്കാരിയാണ്, പ്രതിയെ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ കാത്തിരുന്നെങ്കിൽ ശരി, അതുപോലുമല്ല, ഒരു പരാതിക്കാരിയെയാണ് മണിക്കൂറുകളോളം കാത്തിരുത്തി പോലീസ് അവിടെ ഉത്തരവാദിത്വപൂർവമായ ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. നിരുത്തരവാദപരമായ രീതിയിൽ പോലീസ് പെരുമാറുകയായിരുന്നു. മൊഴി കേട്ട് എഴുതിയെടുക്കാൻ ആളില്ലാത്ത ഒരവസ്ഥ. അങ്ങനെ 1 മണിക്കൂറോളം കാത്തിരുന്ന് അൻസിബയ്ക്ക് മടങ്ങേണ്ടി വന്നു. പരാതി നൽകാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഈ പരാതിയിൽ കോടതി വരെ പോയി ആ കേസെടുക്കാനുള്ള ഉത്തരവ് വാങ്ങിയ ശേഷമാണ് തനിക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും ഒരു പോലീസുകാരൻ പോലും അവിടെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് അൻസിബയ്ക്ക് എത്തേണ്ടി വന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഷമി സൂചിപ്പിച്ചതുപോലെ ഒരു കോടതി അലക്ഷ്യം എന്ന് തന്നെ പറയാം. കാരണം കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്ത് ആ കേസിന്റെ ഒരു തുടർ നടപടി എന്ന നിലയിൽ പരാതിക്കാരുടെ മൊഴി കേട്ട് ആ മൊഴി രേഖപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്, സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടതുണ്ട്. തിയോഫിനിപ്പോ കോടതി പറഞ്ഞത് കേസെടുക്കാനാണ്, അതുകൊണ്ട് കേസെടുത്തു. മൊഴിയെടുക്കാൻ കോടതി പറയാത്തതുകൊണ്ട് മൊഴി എടുത്തില്ല എന്ന് വേണമെങ്കിൽ പോലീസിന് പറയാമോ? ഷമി, അതായത് ഏതെങ്കിലും രീതിയിൽ പോലീസിന് അത് വ്യാഖ്യാനിക്കാൻ കഴിയും. പക്ഷേ പോലീസ് പറഞ്ഞതനുസരിച്ചാണ് ഇന്ന് 5 മണിക്ക് അൻസിബ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. പക്ഷേ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇനി എന്തെങ്കിലും കാരണവശാൽ അതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കോടതിയോട് ചിലപ്പോൾ ഒരു പക്ഷേ പോലീസിനെ ഷമി സൂചിപ്പിച്ചതുപോലെ പോലീസുകാരുടെ എണ്ണം കുറവാണെന്നോ
കൂടുതൽ ജോലി ഉണ്ടായിരുന്നെന്നും മറ്റോ പറഞ്ഞ് വേണമെങ്കിൽ ഒഴിവാകാം. പക്ഷേ ഒരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്, ഇതൊരു പക്ഷേ മനഃപൂർവ്വം പോലീസ് ചെയ്തതാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പരാതി നൽകി, ആ പരാതിയിൽ നടപടിയെടുത്തില്ല, വേണ്ടത്ര തെളിവുകളില്ല എന്ന് പറഞ്ഞത് ഒഴിവാക്കി, പിന്നീട് പരാതിക്കാരി കോടതിയിൽ പോകുന്നു, കോടതിയിൽ നിന്ന് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസെടുക്കുന്നു. അങ്ങനെ കേസെടുക്കേണ്ടി വന്നു, കേസെടുക്കാൻ നിർബന്ധിതരായതാണ്. അങ്ങനെ കോടതി ഉത്തരവ് പ്രകാരം കേസെടുക്കേണ്ടി വന്നതിലുള്ള ഒരു പക്ഷേ ആ വൈരാഗ്യം തീർക്കൽ എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. എന്തായാലും ആ രീതിയിലുള്ള നിലപാടാണ് ഉണ്ടായിരിക്കുന്നത്. കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ കൃത്യമായി തന്നെ ചെയ്തു പോകേണ്ടതാണ്. അതിലാണ് ഇന്നലെ എടുത്ത കേസിൽ ഇന്ന് വൈകുന്നേരമായിട്ട് മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്ന് വൈകിട്ട് ഹാജരാകാൻ പറയുന്നു. എന്നിട്ട് മൊഴിയെടുക്കാൻ അവിടെ ആളില്ലാതെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരില്ലാതെ പരാതിക്കാരിക്ക് അവിടെ 1 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു. തീർച്ചയായും കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്ഷാമമുണ്ടെങ്കിൽ ആ കാര്യം പരിഹരിക്കാൻ അടിയന്തരമായി ആഭ്യന്തര വകുപ്പ് വേണ്ടത് ചെയ്യണം. മൊഴി കൊടുക്കാൻ വരുന്ന ആൾക്കാരെ 1 മണിക്കൂർ ഇരുത്തി അതിനുശേഷം മൊഴിയും എടുക്കാതെ പറഞ്ഞു വിടുന്ന ശരിയായ ഒരു സമീപനമല്ല എന്നുള്ളതാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു എന്താ പറയുക നമുക്ക് പറയേണ്ടി വരുന്നത്. തിയോഫിനാണ് വിശദാംശങ്ങൾ നൽകിയത്.